നമസ്കാരം. പുതിയ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് കഴിഞ്ഞ 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ പുതിയ വീട് നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്ലാൻ വരയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കൂടാതെ അതിനുശേഷം പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്ലോട്ട് മേടിച്ചു, അതിൽ നമുക്ക് എത്ര ഏരിയ നമുക്ക് ബിൽഡിംഗ് പണിയാം അല്ലെങ്കിൽ വീട് വെക്കാം. അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വാക്ക് സെറ്റ് ബാക്ക് ഏരിയ ആണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ റൂള് ഉണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് സൈഡിൽ, അതായത് നമ്മുടെ ബൗണ്ടറി വാള് തൊട്ട് ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് വാള് വരെ എത്ര ഡിസ്റ്റൻസ് വേണം, അതുപോലെ 2 സൈഡിൽ ബാക്ക് സൈഡിൽ എത്ര ഏരിയ വേണം എന്ന് കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ റൂൾ അനുസരിച്ച് അവരൊരു മെഷർമെന്റ് വെച്ചിട്ടുണ്ട്. ഈ മെഷർമെന്റ് കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് ബിൽഡിംഗ് നിർമ്മിക്കുമ്പോഴും നിർമ്മാണം നടത്താൻ. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് അത് ചെയ്യുന്നത്, അതിലൊരു 5 സെന്റിമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ആപ്ലിക്കേഷനിൽ നമുക്ക് പെർമിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കൂടാതെ പണിഞ്ഞു കഴിഞ്ഞിട്ട് കംപ്ലീഷന്റെ സമയത്തും ഇത് കൃത്യമായിരിക്കണം. ഇതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, പിന്നീട് പണിഞ്ഞത് നമുക്ക് ഇടിച്ചു കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നിയമങ്ങൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ വേണം നമുക്ക് നിർമ്മാണങ്ങൾ നടത്താൻ. അപ്പോൾ നമ്മൾ ആ സെറ്റ് ബാക്ക് ഏരിയ എത്ര വിട്ടിട്ട് വേണം നമ്മുടെ ബിൽഡിങ് ചെയ്യാനെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളൊരു സ്ക്വയർ ഫീറ്റ് ഏരിയ തിരഞ്ഞെടുത്ത് അതിനുള്ളൊരു വീട് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നു. പ്ലാൻ വരച്ചതിന് ശേഷം ഈ ഫ്ലോട്ടിൽ നമുക്ക് വീടിന്റെ അടിത്തറയാണല്ലോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടിത്തറ ഏത് രീതിയിൽ വേണം, അതായത് കരിങ്കല്ല് കെട്ടി വേണോ, അല്ലെങ്കിൽ കോളം ഫുട്ടിങ്ങിൽ വേണോ, അതല്ലെങ്കിൽ പൈലിങ് ചെയ്തിട്ട് വേണോ നമുക്ക് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നല്ലൊരു എഞ്ചിനീയറുടെ സേവനം നമ്മൾ ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ വരയ്ക്കുന്ന ആർക്കിടെക്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിൽഡേഴ്സിന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കൃത്യമായി മനസ്സിലാക്കി വേണം നമ്മൾ തറ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ. അല്ലാതെ അടുത്ത വീടുകൾ നിർമ്മിച്ചപ്പോഴോ അല്ലെ ബിൽഡിംഗ് ചെയ്തപ്പോഴോ എങ്ങനെയാണ് തറ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ നമ്മൾ ഉറപ്പുള്ള ഒരു പ്രദേശത്താണെങ്കിൽ നമ്മൾ കോളം ഫുട്ടിങ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറെ കമ്പിയും സിമെന്റും നമുക്ക് അവിടെ അധികമായിട്ട് വരും, അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടും. ഈ തറയുടെ ബേസ്മെന്റിനനുസരിച്ചാണ് നമ്മുടെ ബിൽഡിങ്ങിന് എപ്പോഴും നമ്മളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത്. അപ്പം ഉറപ്പുള്ളിടത്താണെങ്കിൽ നമുക്ക് കോളം ഫുട്ടിങ്ങിന്റെ ആവശ്യമില്ല, കരിങ്കല്ലിൽ തന്നെ പണിയേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ 2 നിലയാണോ 3 നിലയാണോ ബിൽഡിങ്, അതനുസരിച്ച് വേണം ലോഡ് ബെയറിംഗ് നോക്കി വേണം നമ്മൾ എപ്പോഴും അതിന്റെ തറ ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കാൻ. അതുകൊണ്ട് പ്ലാൻ വരച്ചതിന് ശേഷം ഈ വക കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ പേര് അഖിൽ മോഹൻ, സോപാനം ബിൽഡേഴ്സ്, പത്തനംതിട്ട.